ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു സാധനം ഉണ്ടാക്കാൻ പോണല്ലേ. നമ്മൾ ലോക്കൽ ഡിഷസ് ഒക്കെ വിട്ടുപിടിച്ചിട്ട് കുറച്ച് തായ്ലാൻഡ് പട്ടായയിലെ കണ്ടു. തായ്ലാൻഡിലുള്ള ഒരു ഡിഷാണ്. തായ്ലാൻഡില് അവൈലബിൾ ആയിട്ടുള്ള തിലാപ്പിയ നമ്മൾ പ്രത്യേകം പറഞ്ഞു വരുത്തി ഇന്ന് എങ്ങനെയാണ് കുക്ക് ചെയ്യാൻ. നമ്മള് മറ്റേ റോ ടേസ്റ്റ് ആണ്. ഉപ്പ് വരത്തില്ല, ഉപ്പ് ഇടും, പക്ഷെ അതിനകത്ത് അകത്തപ്പെടില്ല. ഉപ്പ് മാത്രമേ ഇതിൽ നമ്മൾ ഉപയോഗിക്കുള്ളൂ. തായ്ലൻഡിൽ നമ്മൾ പോയപ്പോൾ നമുക്ക് അവിടെ കിട്ടിയത് നമ്മളത് പല യൂട്യൂബേഴ്സിന് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിലൊരാളാണ് ഹാരിസ്ക. പുള്ളി ഇത് വീഡിയോ തോന്നുന്നല്ലേ. വല്ലതും പറയുകയാണെങ്കിൽ നമ്മള് വേറൊരു ഹാരിസ് കോപ്പി അടിച്ചല്ലേ സാർ, കോപ്പിയല്ല. ഇതിന് ഒരു ബന്ധമില്ല, അങ്ങനത്തെ വീഡിയോ ആണ്. എടാ ഇത് അപ്പോഴും നമുക്കിത് കഴുകി സെറ്റപ്പ് ആക്കി എടുക്കാം. തിലാപ്പിയക്ക് ഭയങ്കര സ്ലൈമി ടെക്സ്ചർ, കളർ പച്ച കളർ തന്നെ. അവര് ഫീഡ് ചെയ്യണത് ചത്ത മീനിനെ കൊണ്ട് സംസാരിക്കും. ഓൾ സ്കൂൾ ബോയ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ക്രിയേറ്റിവിറ്റി. അടുത്ത ജന്മത്തിൽ ഈ തിലാപ്പിയായിട്ടൊന്നും തിരിക്കില്ല, കൈ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പോൾ വിഘ്നേഷ് കട്ട് ചെയ്യുന്ന തിരക്കിലാണ്. നമുക്ക് പോയി ആ സമയം കൊണ്ട് കനൽ സെറ്റ് ചെയ്യാം. കനൽ പാക്ക് സെറ്റ് ചെയ്യാം. അതിൻ്റെ അത്ര ക്വാണ്ടിറ്റി ഇല്ലെന്ന് തോന്നുന്നു. ഇതിനകത്ത് കർപ്പൂരം ഉണ്ടാ? ഇതിനകത്ത് കർപ്പൂരം എവിടെ? അയ്യോ, ഇതിനകത്തുണ്ടായിരുന്നു. ഗുഡ്, ഒരു കൊള്ളാം കേട്ടോ. നമ്മൾ പ്രത്യേകം പറഞ്ഞു വരുത്തിയ കരിയാണ് ഈ കമ്പനി. എത്ര കത്തിച്ചിട്ട് കൊണ്ടുവന്നേണം തോന്നുന്നു. ഇനിയാണ് നമ്മൾ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്കിലോട്ട് കിടക്കുന്നത്. ഏറ്റവും ഡിഫിക്കൽട്ട്, അതെ, തീ കൊണ്ടുള്ള കളിയാണ്. എക്സ്പേർട്സിനെ കൊണ്ട് മാത്രമേ ചെയ്യിക്കാറുള്ളൂ. അപ്പോൾ നമ്മളിത് ചെയ്യുന്നു. ശ്രീകാന്തിനെ പോലുള്ള എക്സ്പേർട്സിന് മാത്രമേ സാധിക്കൂ. നമ്മൾ പതുക്കെ തീ കത്തിക്കുന്നു. കനലല്ല, ഇത് കത്തിച്ചിട്ട് വേണം വയ്ക്കൂ. ഇങ്ങനെ വയ്ക്കുമോ? അതെന്താണ് എനിക്ക് അറിഞ്ഞൂടല്ലോ. ഈ കനലിൽ എങ്ങനെ തീ പിടിക്കും? അങ്ങനെയൊക്കെ ഉണ്ടോ? സയൻസിലുണ്ടോ? കത്തിക്കാം. കുറച്ച് ഇത് കർപ്പൂരം ഇവിടേക്ക് ഇട്ടാലോ? എവിടെയൊക്കെ? ഇതിന്റെ പുറത്തേക്ക് ഇട്ട് കത്തിച്ചാലോ? ഓ, ഇത് മറ്റേ ഇതല്ല, ശബരിമലയിലെ ആഴിയല്ല. അണച്ച് കണ്ട, എക്സ്പേർട്സിനെ കൊണ്ട് മാത്രമേ ഇത് പറ്റുള്ളൂ. കണ്ട, അങ്ങനെയല്ല പറഞ്ഞത്. അല്ല, ഈ തീ ഉണ്ടാക്കാനൊക്കെ പൂർവികർ എന്ത് മാത്രം ഇങ്ങനെ വെക്കണം. അതിന്റെ അടിയിലോട്ട് അമ്പലത്തിലൊരു നീ പോയി മീൻ കഴിവ് പോയി അരിയിട്. നമ്മളേറ്റ് തന്ന പണി ആദ്യം എടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് മാങ്ങാ ചട്നി ഉണ്ടാക്കാം. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറ്. ഒരു മാങ്ങ, നല്ല പുളിയുള്ള മാങ്ങ. ഇങ്ങനെ കടിക്കുമ്പോൾ കണ്ണിങ്ങനെ അടയണം. കുറച്ച് മുളക്, കടിച്ചല്ല വാങ്ങിച്ചത്, അല്ലാതെ കുറച്ച് മുളക്, കുറച്ച് തക്കാളി, കുറേ മല്ലിയില. എന്തിനാണെന്ന് അറിഞ്ഞൂടെ, 2 കിലോ മല്ലിയില മസ്റ്റാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ മീനിൽ വേറെ മസാല ഇടാത്തുണ്ട്, നമുക്ക് അത് മുക്കി കഴിക്കണം. ഇത് തായ്ലാൻഡിന്റെ സ്പെഷ്യൽ ഒതന്റിക് ചട്നിയാണെന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു കൊടുത്തത്. നമുക്ക് സാധനം കഴുകിയിട്ട് ചെയ്യാം. ചട്നി ഉണ്ടാക്കാം. കഴിവ്. അപ്പൊ ഇനി നമുക്ക് മാങ്ങ ചെത്തിയിടാം. തോടിടുവോ? തോടിടും. അരിസിക്കിട്ട് എംഫോർട്ടൊക്കെയാണ് ചെയ്തത്. എംഫോർട്ടൊക്കെ ഇട്ട് നമ്മൾ പറഞ്ഞതാണ് വേണ്ടാന്ന്. പക്ഷെ പുള്ളി ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ടായിരിക്കും. അതിനകത്ത് അതിന്റെ മാങ്ങ പാണ്ടി ഇല്ലല്ലോ. ഉണ്ട്, ചെറുത്, പിഞ്ച് മാങ്ങ. ഒരു കുറച്ച് മാങ്ങ തരും. മനസ്സിലായ നിനക്ക്? അണ്ടി വിടാൻ പ്രൊഫഷണൽ ചെയ്യുമ്പോ ഈ അണ്ടി ഒരു പോറല് പോലും വരും. കണ്ട അണ്ടി കളഞ്ഞ് അണ്ട. പുളിയുണ്ട്, ഭയങ്കര പുളിയല്ല, കണ്ണടക്കണ പുളി. തക്കാളി അരിഞ്ഞിടാം. കളഞ്ഞ ഇത് അടിച്ചായിരുന്നു. ഇല്ല, ഇട്. നമ്മള് സുരക്ഷ. പുക കുറച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്നൊരു സംശയം. എന്റെ വീട്ടിൽ പറഞ്ഞ വീണ്ടും ശുദ്ധഹാസ്യം. അരവിന്ദിന്റെ മുഖമുദ്ര. മുളക് ഇത്ര ഇടണമായിരുന്നോ? ഇരിക്കട്ടാ. അല്ല, മുളക് എന്റെ ഓർമ്മയിൽ. ഇനി മല്ലിയല്ല.
കുറച്ച് അതിങ്ങനെ ഇതിട്ട് അരിയണമെന്നില്ല, കൈ കൊണ്ടങ്ങ് പിന്നെ എനിക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് അടിച്ചില്ല. ഉപ്പിടുമെന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഉപ്പിടാം നമുക്ക്. ഇങ്ങനെ ഒരു രസം വരും. കുറച്ച് ഉപ്പ് ഇട്ട് ഒരു ജസ്റ്റ് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അരുണിനെ പറഞ്ഞു. ഓക്കെ, അത് പോയി അടിച്ചിട്ട് വരൂ. അരുൺ പോയിട്ട് വരും. ചട്നി ഞാനാണ്, ഞാൻ ഒന്നും ഉണ്ടാക്കാൻ അറിഞ്ഞൂടാത്തെന്ന് പറയും. അരുണ് 2 ക്രഷ് ഇട്ടോണേ, 2-3 ക്രഷ്. ഇപ്പോൾ ഇവിടെ നല്ലത് പിടിച്ചാണ്. അങ്ങനെ ഒരുപാട് ക്രഷ് വീണ്ടും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഇവിടെ കരി എന്തായി? കരി ഏകദേശം സെറ്റായി. കരി സെറ്റായി. അപ്പൊ നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത മീൻ സെറ്റ് ചെയ്യാം. നാരങ്ങ ഇങ്ങനെ പതിയെ കയറ്റിയിട്ട് ഇനി തരൂ, സാധനം തരൂ, ഫില്ലിങ്സ് തരൂ. ഇല ഇല ഇങ്ങനെ മടക്കി തിരികെ കയറ്റണം. നമ്മൾ അതിന് വിശക്കാതിരിക്കാൻ ഭയങ്കര ഡീസന്റ് ആയിട്ട് കയറ്റണം. കൊടുക്കുകയാണ്. തിരികെ ഒടിച്ച് മടക്കി ഇങ്ങനെയാണോ അത് കയറ്റണം? ഞാൻ ഇങ്ങനെ അല്ല ഞാൻ ഇങ്ങനെ അല്ല പറഞ്ഞു കൊടുത്തത്. ഇങ്ങനെയല്ല, ഇങ്ങനെ അല്ലല്ലോ കയറ്റിക്കിട്ടും. നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ സ്റ്റഫ് ചെയ്ത സാധനം സെറ്റാക്കി എല്ലായിടത്തും കയറ്റി വെച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാ ദൂരങ്ങളിലും നമ്മൾ ഈ ഇലയും കൊണ്ടകളൊക്കെ കയറ്റിയിട്ടുണ്ട്. എന്നാ ദാസ ഉപ്പ് അടിച്ചു. 3 ഓവർ തട്ട തന്നെ, അത് 2 ചുമ്മാ കിട്ടാതെടാ. അങ്ങനെയാണ് കണ്ടത്. ഇതിന് കുറച്ച് സെറ്റ് ചെയ്യാൻ വയ്ക്കും. അല്ല അങ്ങനെ കണ്ടതല്ല, നമ്മുടെ ഓർമ്മ. നമ്മൾ ഓർമ്മയും പണ്ട് ചെയ്ത ഓർമ്മ തട്ട് കാണേ. ഇങ്ങനെയല്ലേടാ, ഇങ്ങനെയാണ് നമ്മുടെ ഓർമ്മയിൽ തട്ടിയിരുന്നത്. ആ ഇങ്ങനെ തട്ടുകണം. തിരിച്ചും തട്ടാണ്ടേ. ഓർമ്മ പക്ഷെ കൊണ്ട് എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ നമുക്ക് തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡിലും കൂടി കൊടുക്കാം. അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ എന്തെങ്കിലും തോന്നും. ഒരു സൈഡിൽ മാത്രമേ ഒരു തോന്നണം. പക്ഷാഭേദം കാണിക്കാൻ പാടില്ല. 2 സൈഡിലും നമ്മളിങ്ങനെ ആക്കണം. ഉപ്പിനൊന്നും നമ്മളൊരു ക്ഷാമമേ ഇല്ല. തിരിച്ചിട്ടായിരുന്നു. വേറെ ആരും യൂട്യൂബ് ചരിത്രത്തിൽ നോക്കും ഇത്രയും ആരും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ദണ്ഡി മാർച്ചിന് പോലും. അതിനുശേഷം ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഉപ്പിടുമ്പോ എന്തൊരു നല്ല രസം നോക്കിയാണ്. കൊതുവിന് മാറി നടിക്കും പോലെ. ഉപ്പിടാത്ത പലർക്കും വേണ്ടി നമ്മൾ ഇത്രയും ഉപ്പിടും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. റോ ടേസ്റ്റ് ആയിക്കോട്ടെ. ഫിഷിന്റെ ഒതന്റിക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിടും. വായിക്കാത്തത് ഉപ്പിടണം. വായിക്കാത്തോടെ ഇടണോ? എല്ലായിടത്തും എല്ലാ ദൂരത്തിലുമായി ആ വാതറന്നെങ്കിലും. 15 minutes later. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നമ്മളെ ഗ്രില്ലിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, ഗ്രില്ല് ചെയ്യാൻ എടുക്കാം. യെസ്, അങ്ങനെ നമ്മൾ ഗ്രില്ലിൽ സെറ്റ് ചെയ്തു. ഇനി ഇതിനെ എടുത്ത് കനലിൽ കയറ്റാം അല്ലേ? 4 സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ വെക്കാൻ പോവുകയാണ്. ഐശ്വര്യമായിട്ട് വിഘ്നേഷ് വെച്ചിരിക്കുക. കൈ വരും, അത് സ്വാഭാവികമാണ്. ഉറപ്പാണ്. ഓക്കെ, ഉപ്പ് കാരണമാണ് ഒരു ശബ്ദം കേൾക്കണം. ഇതിനി എത്ര നേരം വയ്ക്കും? ഇതൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്. ഒരു സൈഡ് 5 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. ആ ഓക്കെ, അപ്പോൾ 5 മിനിറ്റ് ഇത് ഇവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. നമുക്കപ്പോൾ ഇത് പൊട്ടിക്കാം. എന്തൊരു തണ്ണിമത്തം പൊട്ടിക്കാം. അടുക്കത്തെ പീസ് കൊള്ളാം. കുറച്ച് ഉപ്പിട്ട് കഴിച്ചു നോക്ക്, സൂപ്പറാണ്. എന്താ പൊള്ളിപ്പോയ അത് എന്തിനാ? അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കയറ്റാൻ പോയത്. ഇതെന്തൊരു കാണിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ? ഇതൊരു പ്രത്യേക ട്രിക്കാണ്. ഈ മീനിന്റെ ഫ്ലേവറും കൂടെ ചോളത്തിൽ അടിക്കുമെന്നാണ് വിഘ്നേഷ് പറയുന്നത്. ഓക്കെ, ഒഴിവ് സമയങ്ങൾ നമ്മൾ ചോളം തിരുന്നുണ്ട്, തണ്ണിമത്തം കഴിക്കുന്നുണ്ട്. ഒഴിവ് സമയങ്ങൾ ഇതിന് മാത്രം ഒഴിവ് സമയം മാത്രമേ ഉള്ളൂ. കരുവാടിന്റെ സ്മെല്ല് വരുന്നുണ്ട്. അതുകൊണ്ടൊന്ന് മറിക്കാം. അവിടെ ലോക്ക് ഇട്ടിട്ടുണ്ടല്ലോ, കുറച്ചുകൂടെ കയറ്റി വെച്ചോ. കുറച്ചുകൂടെ കയറ്റിക്കോ, ചിലപ്പോ തിരിച്ചിടാൻ പോവുകയാണ്. മറിഞ്ഞു പോവല്ലേ മീന്. ഓ സെറ്റായി. സ്മെല്ല് വരുന്നുണ്ട്. അപ്പൊ അതിരുന്ന് ഒന്നുകൂടെ വേവട്ടല്ലേ? എന്താ അതിരുന്ന് ഇനിയും വേവട്ടല്ലേ? ആ സമയത്ത് നമുക്ക് കോൺ തിന്നാം. ഇത് വെന്താണോ? ഈ സൈഡ് വെന്ത് കോൺ സെറ്റായാ? മുളക് പൊടി ഉണ്ടോ? യെസ്, ഇതാ ഇവിടെ ചോളം നാരങ്ങ ഇട്ട് തേച്ച് പിടിപ്പിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാവരും പരാതി പറയാറുണ്ട് ഉല്ലാസിന് വെജ് ഐറ്റംസ് ഒന്നും കൊടുക്കുന്നുണ്ട്. ഉപ്പ് കിട്ടും. ഗ്രാൻഡ് ആണ് ഉല്ലാസിന്. ഒരു ഫുൾ താങ്ക് യു. എവിടെ ഫുൾ കിഴങ്ങ് അതങ്ങ് എടുത്ത് അത് എടുക്കണ്ട. നീ റിവ്യൂ പറയണം. എല്ലാം തിന്നണ്ട. ചോളത്തിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ചോളത്തിന്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട് അല്ലേ? ദാസന് കൈമാറി. ചോളം പോലെ തന്നെ ഉണ്ട്. ചോളത്തിന്റെ റോ ടേസ്റ്റ് ഉണ്ടല്ലോ. കുറച്ച് മുളക് പൊടിയും കൂടെ വേണം. കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നീ നീ തിരിഞ്ഞു. എന്റെ മോൻ കിട്ടുന്ന ഇഷ്ടമല്ല.
അതിന്റെ എക്സ്പ്രഷൻ വരാതിരിക്കാനാണ്. എന്നാൽ കുറച്ച് കൂടുതൽ കഴിച്ചാണ് ക്യാമറ നോക്കി കാണിക്കുള്ളൂ എക്സ്പ്രഷൻ. എക്സ്പ്രഷൻ എന്റെ കുണ്ടി കാണിക്കുള്ളൂ എക്സ്പ്രഷൻ. നാണ്ട അരുൺ ചേട്ടന് കൊടുത്തില്ല. ആ ശരി എന്നാ മൊത്തം കൂടെ തിന്ന് തീർക്കാടാ. കൊള്ളില്ലേ? കുഴപ്പമില്ല, ഇങ്ങനെ ആയിരിക്കുമല്ലേ. അരുൺ ഇഷ്ടപ്പെട്ടു. തിന്നിട്ടില്ലല്ലേ? മുമ്പ് കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടമാണ് ചോളം, അതുകൊണ്ട് ഓക്കെ. ഓക്കെ, അപ്പം നമ്മള് മീൻ അവിടെ സെറ്റ് ആവുന്നുണ്ട്. ആയിട്ട് വരാം അല്ലേ? ആയിട്ട് വരാം. നമുക്ക് മീൻ എടുത്താലോ? നമുക്ക് മീൻ എടുക്കാം. ഓക്കെ, പയ്യെ പയ്യെ നല്ല വെയിറ്റ് കാണിച്ചേ. കാണിച്ചോട്ട്. നല്ല വെന്ത് കണ്ടറിയാം. നീ ഇതെന്ത് ചെയ്യും? ഇനി നമുക്ക് ഇതിലിടാം. ഇതിലിട്ടിട്ട് പയ്യ തൊലി നൈസ് ഇളക്കണം. ഇവിടെ ശ്രീകാന്ത് ഏട്ടൻ സർജറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അത് കറക്റ്റ് തൊലി ഇളകി വരുവാ ശ്രീകാന്ത്. പിടിയടാ. തിലാപ്പിയുടെ സ്കിന്ന് വെച്ചിട്ട് നമ്മളൊരു ഐറ്റം. കൊള്ളാം കൊള്ളാം. ഓക്കെ, ഇനി കഴിച്ചോ? അല്ല വെയിറ്റ് ചെയ്യാം. ഇനി ആ ചമ്മന്തിയും കൂടി. ചമ്മന്തി തട്ടാം. ഉണ്ടാക്കിയ സ്പെഷ്യൽ മതി. ഓക്കെ, ഇനി കഴിച്ചോ? കഴിച്ചു നോക്കാം. നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. സൂഷി കഴിച്ച പോലെ സൂക്ഷിച്ച് കഴിക്കണം കേട്ടോ. കൊള്ളാടോ. കൊള്ളാമോ? ശരിക്കും കൊള്ളാം. അരുൺ ചേട്ടാ കഴിച്ചേ? സാധാരണ കുക്കിംഗ് പറയും പോലെ അല്ല. അരുൺ ചേട്ടന്റെ എക്സ്പ്രഷൻ. അല്ല മോശമല്ല, കുഴപ്പമില്ല. ചട്നി ഇത്തിരി കൂടുതൽ എടുക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾ പച്ചക്ക് കഴിച്ചു നോക്കിയേ. ഇഷ്ടപ്പെട്ടാ? ഉപ്പ് ഇറങ്ങുന്നുണ്ടോ? ഉപ്പ് പിടിക്കുന്നുണ്ട് ഇതില്. ഫ്ലോപ്പ് അല്ലല്ലേ? നോ എണ്ണ അല്ലേ? വേറെ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് വേറെ ഫ്ലേവർ ഒന്നുമില്ല. പ്രോട്ടീൻ, പ്യുവർ പ്രോട്ടീൻ. പഞ്ഞി പോലെ ഇരിക്കണം. നമ്മൾ വിചാരിച്ചില്ല ഇത്രയും ഇതാവുമെന്ന് വിചാരിച്ചില്ല. റോ ടേസ്റ്റ് ആണെങ്കിലും കൊള്ളാം. ഇനി 3 എണ്ണം കൂടെ നമുക്ക് പൊരിക്കാം. ട്രൈ ചെയ്ത് നോക്കാം കേട്ടാ. എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിളും ആണ്. എല്ലാരും ട്രൈ Healthy ആണ്. ഈ ചട്നി ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം, നല്ലതാണ്. സിമ്പിളി ഉണ്ടായി. പിന്നെ ഇത് 3 എണ്ണം ഇനി ഇതും ചെയ്ത് ഇതൊന്ന് കൂട്ടി അടിച്ചിട്ടേ നമ്മൾ നിർത്തുന്നുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ഐക്കണും കൂടെ ഞെക്കിക്കോളൂ. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ. ബൈ. ബൈ.